കടയിൽ പോയിട്ട് വലിയ വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ മിക്കതും നമുക്ക് വീട്ടിൽ കുറഞ്ഞ പൈസക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഏത് കളർ അവിലായാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ് ബ്രൗൺ ഉള്ള അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മട്ടേരിയുടെ അവിലാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ക്രിസ്പി ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. എണ്ണയിൽ കോരി എടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റ് പരുവെന്ന് പറയും നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റണം, അത്രയും ക്രിസ്പി. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ എടുക്കാം, സൺഫ്ലവർ എടുക്കുന്നവർക്ക് സൺഫ്ലവർ എടുക്കാം. സൺഫ്ലവർ ആണെങ്കിൽ കുറച്ച് കാലം ഇത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂണിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഒരു 1-2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ഒരു 4 വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കുക. ഈ തേങ്ങാക്കൊത്തിനൊന്നും അങ്ങനെ കറക്റ്റ് അളവില്ല കേട്ടോ. കൂടുതലുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കഴിക്കാൻ. അപ്പോൾ നന്നായിട്ട് ഇത് വേവിച്ച് ഒന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ ഇനി ഇതെല്ലാം ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഇനി ഇതേ പാനിൽ തന്നെ നമ്മളിനി വേറെ എണ്ണയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 കപ്പ് പൊട്ടുകടല ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് നിലക്കടല ചേർത്തിട്ടുണ്ട്. അപ്പോൾ കടലേൻ്റെ അളവും അതേപോലെ തന്നെ കൂടുതലുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ അളവെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടല കടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വറുത്തിട്ട് നമ്മളൊന്ന് കഴിച്ച് നോക്കുക ക്രിസ്പി ആയിട്ടുണ്ടോ എന്നുള്ളത്. അതിനുശേഷം ഒരു 1/4 കപ്പ് കശുവണ്ടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കും. ഞാൻ ഇവിടെ 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എരിവ് അവരുടെ ഓരോരുത്തരുടെ കണക്കിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാരയും കൂടി വരുമ്പോഴാണ് ഇതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരിക. ഇടയ്ക്കൊരു മധുരവും ഒരു എരിവും ഒക്കെ കൂടെ ആയിട്ട്. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വറുത്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അവിൽ വെച്ചിട്ട് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മിക്സ്ചറാണ് കേട്ടോ. അപ്പോൾ അവിലും കൂടെ ചേർത്തിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല രുചിയുള്ള ഒരു മിക്സറാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫേസ്ബുക്കിലെ കാണുന്നെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്